ഡ്രൈവ് ചെയ്യുന്നു. അയാളിടയ്ക്ക് പാസഞ്ചർ സീറ്റിലിരുന്ന് ഉറങ്ങുന്ന ഭാര്യ ഗാഥയെ നോക്കി. പെട്ടെന്ന് മുന്നിലെ മഞ്ഞിൽ തീക്കട്ട പോലെ ജ്വലിക്കുന്ന 2 കണ്ണുകൾ പ്രത്യക്ഷപ്പെട്ടു. ജോയ് കാറ് വെട്ടിത്തിരിച്ചു. മലനിരകളെ വിറപ്പിച്ചുകൊണ്ട് ഭീകരമായ ഒരു ഓരിയിടൽ കേട്ടു. ടയറുകളുടെ നിലവിളിയും ലോഹം തകരുന്ന ശബ്ദവും. സ്ക്രീൻ കറുക്കുന്നു. ആശുപത്രി മുറി, പകൽ. ഗാഥ കണ്ണു തുറക്കുന്നു. മുറി വെളുത്തതും ശാന്തവുമാണ്. അവളുടെ കട്ടിലിനരികിൽ ഡോക്ടർ സജൻ വർഗീസ് ആശങ്കയോടെയിരിക്കുന്നു. സജൻ: ഗാഥ, ഞാൻ പറയുന്നത് കേൾക്കാമോ? ഗാഥ അയാളെയും മുറിയാകെയും നോക്കി. അവളുടെ മുഖത്ത് ഒരു ഭാവവുമില്ല. ഭയം കണ്ണുകളിൽ എഴഞ്ഞു തുടങ്ങി. ഗാഥ നേർത്ത ശബ്ദത്തിൽ: എവിടെയാ ഇത്? നിങ്ങളാരാണ്? ഞാൻ ആരാണ്? സജന്റെ നെഞ്ചു തകർന്നു. അയാൾ പേഴ്സിൽ നിന്നൊരു ഫോട്ടോ പുറത്തെടുത്തു. ഗാഥയും ജോയും കല്യാണവേഷത്തിൽ ചിരിച്ചു നിൽക്കുന്നു. സജൻ: നിങ്ങളുടെ പേര് ഗാഥ. ഇത് നിങ്ങളുടെ ഭർത്താവ് ജോയ്. ഒരു അപകടമുണ്ടായി. അയാളൊന്ന് നിർത്തി. ഗാഥ: ഭർത്താവോ? എനിക്ക് അയാളെ ഓർമ്മയില്ല. എനിക്കൊന്നും ഓർമ്മയില്ല. അവൾ തലയിൽ കൈവച്ചു. ഒരു തുള്ളി കണ്ണുനീർ കവിളിലൂടെ ഒഴുകി. അവളുടെ ഓർമ്മകൾ പൂർണ്ണമായും മാഞ്ഞുപോയിരിക്കുന്നു. ജയകൃഷ്ണന്റെ പഠനമുറി, പകൽ. ആഴ്ചകൾക്ക് ശേഷം. പുസ്തകങ്ങളും കേരളത്തിന്റെ ഭൂപടങ്ങളും വിചിത്രമായ ശാസ്ത്രീയ ഉപകരണങ്ങളും നിറഞ്ഞ മുറി. പൊടിപടലങ്ങൾക്കിടയിലൂടെ ഒരു സൂര്യരശ്മി കടന്നുവരുന്നു. ജയകൃഷ്ണൻ ഒരു മൈക്രോസ്കോപ്പിലൂടെ ശ്രദ്ധയോടെ എന്തോ പരിശോധിക്കുന്നു. ഡോക്ടർ സജനും പരിഭ്രാന്തനായ ഡോക്ടർ കുരുവിളയും അവിടെയുണ്ട്. ഡോക്ടർ കുരുവിള: അത് ശാപമാണ്, ഞാൻ ഉറപ്പിച്ചു പറയുന്നു. പാലാത്തിങ്കൽ തറവാട്ടിലെ ശാപം. ജയകൃഷ്ണൻ മൈക്രോസ്കോപ്പിൽ നിന്ന് തലയുയർത്തിയില്ല. ജയകൃഷ്ണൻ: ശാപക്കഥകൾ അലസന്മാരുടെ ചിന്തകളാണ് ഡോക്ടർ. എനിക്ക് വേണ്ടത് തെളിവുകളാണ്. ഡോക്ടർ കുരുവിള പേടിയോടെ പഴകിയൊരു താളിയോല നിവർത്തി. ഡോക്ടർ കുരുവിള: പാലാത്തിങ്കലെ ഗോപാലൻ കാരണവരുടെ കഥയാണിത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഒരു പെൺകുട്ടിയെ തന്റെ വേട്ടപ്പട്ടിയെ ഉപയോഗിച്ച് ചതുപ്പ് നിലത്തേക്ക് ഓടിച്ചു കൊന്ന ക്രൂരനായ കാരണവർ. ആ പെൺകുട്ടിയുടെ കുടുംബം അദ്ദേഹത്തെ ശപിച്ചു. നരകത്തിൽ നിന്നൊരു ഭീകരനായ ചുവന്ന നായ പാലാത്തിങ്കലെ അവകാശികളെ എന്നെന്നും വേട്ടയാടുമെന്ന്. ജയകൃഷ്ണൻ: ശ്രദ്ധിക്കാതെ. കെട്ടുകഥ. സജൻ: ഗാഥയുടെ ഭർത്താവ് ജോയി മരിച്ചത് പേടിച്ചാണ്. ആ മുഖത്തെ ഭയം ഭയാനകമായിരുന്നു. ഇപ്പോൾ ഗാഥയാണ് അവസാനത്തെ അവകാശി. അവൾക്ക് ഓർമ്മകളില്ല, പ്രതിരോധശേഷിയില്ല. പാലാത്തിങ്കൽ തറവാട്, പകൽ. വിശാലവും മനോഹരവും എന്നാൽ ജീർണിച്ചതുമായ ഒരു തറവാട്. റബ്ബർ തോട്ടങ്ങളാൽ ചുറ്റപ്പെട്ട് എപ്പോഴും മഞ്ഞിനാൽ മൂടപ്പെട്ടുകിടക്കുന്നു. നനഞ്ഞ മഞ്ഞിന്റെയും ഓർമ്മകളുടെയും ഗന്ധം. ഗാഥയും സജനും കാറിൽ നിന്നിറങ്ങി. ഗാഥ ആ വീടിനെ നോക്കി. ഒരു മിന്നലാട്ടം ഓർമ്മയിൽ തെളിയുമോ എന്ന് തിരഞ്ഞു. പക്ഷേ ഒന്നുമില്ല. ഔസേപ്പച്ചനും അന്നിയമ്മയും ഗൗരവത്തോടെ അവരെ സ്വാഗതം ചെയ്തു. ഔസേപ്പച്ചൻ: വീട്ടിലേക്ക് സ്വാഗതം കൊച്ചമ്മേ. വീട് എന്ന വാക്ക് ഗാഥയ്ക്ക് ഒന്നും അർത്ഥമാക്കിയില്ല. തന്റേതല്ലാത്ത ഓർമ്മകളുടെ ഒരു ശവകുടീരം പോലെ അവൾക്കത് തോന്നി. തറവാട്, ഗാഥയുടെ മുറി. രാത്രി. ഗാഥ ഉറങ്ങാതെ കിടന്നു. പുറത്ത് കാറ്റ് ഭ്രാന്തമായി വീശുന്നു. ഇടനാഴിയിൽ നിന്ന് നേർത്ത ഒരു കരച്ചിൽ അവൾ കേട്ടു. ശബ്ദം പിന്തുടർന്ന് അവൾ മഞ്ഞുമൂടിയ തോട്ടത്തിലേക്ക് നോക്കുന്ന ഒരു ജനലിനരികിലെത്തി. ദൂരെയായി ഒരു വെളിച്ചം. പതുക്കെ നീങ്ങുന്ന ഒരു മെഴുകുതിരി വെട്ടം. പെട്ടെന്ന് രാത്രിയെ കീറിമുറിച്ചുകൊണ്ട് ഒരു ശബ്ദം. അസ്ഥികളിൽ വരെ വിറയൽ കൊള്ളിക്കുന്ന ഒരു ഭീകരമായ ഓരിയിടൽ. അതൊരു സാധാരണ നായയുടേതല്ല. ഗാഥ ഞെട്ടി പിന്നോട്ടു മാറി. ഓർമ്മയുടെ ഒരു കഷ്ണം മിന്നിമറഞ്ഞു. ഫ്ലാഷ് ബാക്ക്. ശകലം. ചെവിയിലൊരു മൂളൽ. ഭയത്തിന്റെ ഗന്ധം. അതേ ഭീകരമായ ഓരിയിടൽ. ഭയന്നു വിറച്ച ജോയിയുടെ മുഖം. ഫ്ലാഷ് ബാക്ക് അവസാനിക്കുന്നു. ഗാഥ ശ്വാസം കിട്ടാതെ തളർന്നു വീണു. സജൻ ഓടിവന്ന് അവളെ താങ്ങി. തോട്ടത്തിലെ വഴി, പകൽ. സജനും ഗാഥയും നടക്കാനിറങ്ങിയതാണ്. കയ്യിലൊരു ചിത്രശലഭവലയുമായി ഒരാൾ അവർക്കരികിലേക്ക് വന്നു. അത് റോയിലായിരുന്നു. നിഷ്കളങ്കമായൊരു ചിരിയുണ്ടായിരുന്നു അയാൾക്ക്. ഹലോ, തറവാട്ടിലെ പുതിയ ആൾക്കാരാണല്ലേ? ഞാൻ റോയിൻ. ഈ ചതുപ്പുനിലത്തെ അപൂർവമായ ജീവജാലങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ഒരു പ്രകൃതി നിരീക്ഷകനാണ്. അയാൾ ആകർഷകമായി സംസാരിച്ചു, അപൂർവ ഓർക്കിഡുകളെയും പ്രാണികളെയും കുറിച്ച്. പക്ഷേ ഗാഥയെ നോക്കുമ്പോൾ അയാളുടെ കണ്ണുകളിൽ എന്തോ ഒരു തണുപ്പ് മിന്നിമറഞ്ഞു.
അയാൾക്ക് പിന്നിലായി ലീന എന്നൊരു സ്ത്രീ ദൂരെ ഭയത്തോടെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. റോയിൻ അവളുടെ പേര് ദേഷ്യത്തിൽ വിളിച്ചപ്പോൾ അവൾ ഓടിമറഞ്ഞു. എന്റെ പെങ്ങൾ ലീന. കുറച്ച് നാണക്കാരിയാ. ഈ ഒറ്റപ്പെടൽ അവളെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. ഈ വഴികളൊക്കെ സൂക്ഷിക്കണം, അപകടം പിടിച്ചതാണ്. തറവാട്. രാത്രി. ഉറക്കം വരാതെ കിടന്ന സജൻ ജനലിലൂടെ വീണ്ടും ആ മെഴുകുതിരിവട്ടം കണ്ടു. അയാൾ പുറത്തിറങ്ങി അതിനെ പിന്തുടർന്നു. തോട്ടത്തിലെ വിജനമായ ഒരു പഴയ കെട്ടിടത്തിന്റെ അരികിൽ ഔസേപ്പച്ചൻ ഒളിച്ചിരിക്കുന്നവരെ അപരിചിതനെ ഭക്ഷണം കൊടുക്കുന്നത് അയാൾ കണ്ടു. സജൻ അയാളെ ചോദ്യം ചെയ്തു. അത് അന്യമ്മയുടെ കടക്കാരിൽ നിന്ന് ഒളിച്ചു നടക്കുന്ന സഹോദരനായിരുന്നു. ഒരു കൊലപാതകിയല്ല, ഒരു പാവം മനുഷ്യൻ. തിരികെ നടക്കുമ്പോൾ ആ ഓരിയിടൽ സജൻ വീണ്ടും കേട്ടു, ഇത്തവണ വളരെ അടുത്തുനിന്ന്. അയാൾ തറഞ്ഞുനിന്നു. മഞ്ഞിലൂടെ അയാൾ അതിനെ കണ്ടു. പ്രേതത്തെപ്പോലെ വെളുപ്പിൽ തിളങ്ങുന്ന ഒരു ഭീമാകാരനായ നായ. അതിന്റെ കണ്ണുകൾ തീക്കനൽ പോലെ ജ്വലിക്കുന്നു. സജൻ ജീവനും കൊണ്ടോടി. അയാളുടെ ശാസ്ത്രബോധം തകർന്നുപോയിരുന്നു. അത് യഥാർത്ഥമായിരുന്നു. ഭയാനകമാം വിധം യഥാർത്ഥം. മഞ്ഞുമൂടിയ മലഞ്ചെരിവ്. പകൽ. സജൻ ഫോണിൽ ജയകൃഷ്ണനോട് കാര്യങ്ങൾ വിവരിക്കുകയാണ്. സജൻ: ഞാനതിനെ കണ്ടു ജയകൃഷ്ണൻ. അത് വലുതായിരുന്നു, തിളങ്ങുന്നുണ്ടായിരുന്നു. എനിക്കെന്താണ് വിശ്വസിക്കേണ്ടതെന്നറിയില്ല. ഗാഥയുടെ നില വഷളാവുകയാണ്. അവൾക്ക് ഓർമ്മയുടെ വേദന നിറഞ്ഞ തുണ്ടുകൾ കിട്ടുന്നുണ്ട്. ഇതേ സമയം ജയകൃഷ്ണൻ തന്റെ മുറിയിൽ പാലാത്തിങ്കൽ എസ്റ്റേറ്റിന്റെ ഭൂപടത്തിൽ സൂചികൾ തറയ്ക്കുന്നു. ജയകൃഷ്ണൻ. ശബ്ദം: മനസ്സൊരു വിചിത്രമായ സംഗതിയാണ് ഡോക്ടർ. ആഘാതങ്ങൾക്ക് രാക്ഷസന്മാരെ സൃഷ്ടിക്കാൻ കഴിയും, ഒരു രാക്ഷസന് ആഘാതങ്ങളെയും. ചോദ്യമിതാണ്, ഏതാണ് ആദ്യം വന്നത്? റോയിനെ നിരീക്ഷിക്കുക. പ്രകൃതിയെ സ്നേഹിക്കുന്നൊരു മനുഷ്യന് അതിന്റെ ഇരുണ്ട രഹസ്യങ്ങൾ എങ്ങനെ ഉപയോഗിക്കണമെന്നും അറിയാം. ഫോൺ വെച്ച സജൻ ചതുപ്പുനിലത്തിന്റെ അരികിൽ മയങ്ങിയപോലെ നിൽക്കുന്ന ഗാഥയെ കണ്ടു. മരങ്ങൾക്കിടയിൽ നിന്ന് ലീന പ്രത്യക്ഷപ്പെട്ടു. ലീന. വേഗത്തിൽ, താഴ്ന്ന ശബ്ദത്തിൽ: നിങ്ങൾ രക്ഷപ്പെടണം, തിരികെ മകരത്തിലേക്ക് പോകൂ. ഈ സ്ഥലം, ഇത് മനുഷ്യരെ വിഴുങ്ങും. അവൾ കൂടുതൽ പറയുന്നതിനു മുൻപ് റോയിൻ അവിടെ എത്തി. അവന്റെ മുഖത്തെ ചിരി മാഞ്ഞിരുന്നു. അവൻ ലീനയുടെ കൈയിൽ മുറുകെ പിടിച്ചു. റോയിൻ, ലീന നമ്മുടെ അതിഥികളെ ശല്യപ്പെടുത്തണ്ട, പോകാം. അവൻ അവളെ വലിച്ചിഴച്ചു കൊണ്ടുപോയി. ഗാഥയുടെ ഉള്ളിൽ ഒരു ആന്തരികമായ ഭയം നിറഞ്ഞു. ഉപേക്ഷിക്കപ്പെട്ട കുടിൽ. രാത്രി. ഒരു സംശയത്തെ തുടർന്ന് തോട്ടത്തിനുള്ളിലെ ഒരു പഴയ കുടിൽ സജൻ കണ്ടെത്തുന്നു. അകത്ത് ആരോ താമസിച്ചതിന്റെ തെളിവുകൾ. ഭക്ഷണപ്പൊതികൾ, ഒരു സ്ലീപ്പിംഗ് ബാഗ്, തറവാടിനു നേരെ തിരിച്ചുവച്ച ഒരു ടെലിസ്കോപ്പ്. നിഴലിൽ നിന്നൊരാൾ പുറത്തുവന്നു. അത് ജയകൃഷ്ണനായിരുന്നു. സജൻ: ജയകൃഷ്ണൻ, നിങ്ങളിവിടെ എന്തു ചെയ്യുന്നു? ജയകൃഷ്ണൻ: ഡോക്ടർ ചെയ്യുന്നത് തന്നെ. നിരീക്ഷണം. ഈ കേസ് റിപ്പോർട്ടുകളെ മാത്രം വിശ്വസിച്ച് ഏൽപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഉത്തരം ഐതിഹ്യത്തിലല്ല, മനുഷ്യരിലാണ്. അയാൾ ഒരു ചെറിയ ടിൻ ഉയർത്തിക്കാട്ടി. ജയകൃഷ്ണൻ: പിന്നെ ഇതിലും. റോയിന്റെ വീടിനടുത്തുനിന്ന് കിട്ടിയതാണ്. ഫോസ്ഫറസ് ബേസ്ഡ്. തീപ്പെട്ടി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. മണമില്ല, പക്ഷേ ഇരുട്ടിൽ തിളങ്ങും. ബുദ്ധിയുള്ള ഒരാൾക്ക് ഇതൊരു നായയുടെ ദേഹത്ത് പൂശാൻ കഴിയും. സജന് കാര്യങ്ങൾ മനസ്സിലായി. സജൻ: റോയിൻ. ജയകൃഷ്ണൻ: റോയിനല്ല, നഗരത്തിലെ എന്റെ ആളുകൾ ഉറപ്പിച്ചു. അവൻ പാലാത്തിങ്കൽ കുടുംബത്തിലെ എന്നോ മരിച്ചുപോയെന്ന് കരുതിയ ഒരു ബന്ധുവാണ്. ആർത്തി തലയ്ക്ക് പിടിച്ചവൻ. ജോയിയെ കൊന്നത് അവനാണ്. അടുത്തത് ഗാഥയാണ്. ഇന്ന് രാത്രി നമ്മളിത് അവസാനിപ്പിക്കും. പക്ഷേ നമുക്കൊരു ഇരയെ വേണം. സജൻ ഞെട്ടി. സജൻ: നിങ്ങൾ ഗാഥയെക്കുറിച്ചാണോ? ജയകൃഷ്ണൻ: അവളുടെ ഓർമ്മയാണ് താക്കോൽ. ആ ഓർമ്മയെ പൂട്ടിയ ആഘാതത്തിൽ മാത്രമേ അത് തുറക്കാനും കഴിയൂ. അവൾ ആ വഴിയിലൂടെ നടക്കണം. അവൾ ആ നായയെ നേരിടണം. തോട്ടത്തിലെ വഴി. രാത്രി. അന്ത്യരംഗം. മഞ്ഞു മുമ്പത്തേക്കാൾ കനത്തിരിക്കുന്നു. റോയിന്റെ അത്താഴവിരുന്ന് സ്വീകരിച്ച് ജയകൃഷ്ണന്റെ ഒരു കെണി, ഗാഥ, ഒറ്റയ്ക്ക് നടന്നുപോകുന്നു. ആ പരിചിതമായ വഴിയിലൂടെ നടക്കുമ്പോൾ ഓർമ്മകൾ ഒരു പ്രവാഹം പോലെ അവളിലേക്ക് തിരിച്ചുവന്നു. ഫ്ലാഷ് ബാക്ക്. പൂർണ്ണം. കാർ. ജോയുമായുള്ള വഴക്ക്. ഈ ദുശ്ശഗുണം പിടിച്ച സ്ഥലം വിറ്റ് നമുക്ക് രക്ഷപ്പെടാമെന്ന് ജോയ് പറയുന്നു. അവൾ സമ്മതിക്കുന്നില്ല. ആ ഓരിയിടൽ. തിളങ്ങുന്ന ഒരു ഭീകരനായ നായ റോഡിലേക്ക് ചാടുന്നു. ജോയ് കാർ വെട്ടിച്ച് മരത്തിലിടിക്കുന്നു. കാറിന്റെ വാതിൽ വലിച്ചു തുറക്കുന്നത് നായയല്ല, റോയനാണ്. അവന്റെ കൂടെ ഫോസ്ഫറസ് തേച്ച ഒരു റോട്ട്വീലർ നായ മുരളുന്നു. റോയിൻ. ഫ്ലാഷ് ബാക്കിൽ. ഈ സ്വത്ത് എന്റേതാണ്. എക്കാലത്തും എന്റേതായിരുന്നു. ദുർബലഹൃദയനായ ജോയിയെ പേടിപ്പിച്ച് കൊല്ലാനായി റോഡിലുപേക്ഷിച്ച് അവൻ തിരിയുന്നു. എല്ലാം കണ്ട ഗാഥയെ അവൻ
അടിക്കാനായി കൈയോങ്ങുന്നു. ഫ്ലാഷ് ബാക്ക് അവസാനിക്കുന്നു. ഗാഥ നടത്തം നിർത്തി. അവളുടെ ശ്വാസം നിലച്ചു. ഒരിക്കൽ ശൂന്യമായിരുന്ന അവളുടെ കണ്ണുകൾ ഇപ്പോൾ ദേഷ്യത്താലും തിരിച്ചറിവിനാലും ജ്വലിക്കുകയായിരുന്നു. അവളെല്ലാം ഓർത്തു. മഞ്ഞ്, നായ, കൊലപാതകി. ഓർമ്മയുടെ ഞരമ്പ് വീണ്ടും കൂടിച്ചേർന്നിരിക്കുന്നു. മഞ്ഞിൽ നിന്ന് ആ ഓരിയിടൽ ഉയർന്നു. തിളങ്ങുന്ന നായ ഒരു ഭീകരരൂപിയായി അവൾക്കുനേരെ പാഞ്ഞെടുത്തു. പക്ഷേ ഇത്തവണ ഗാഥ അലറിയില്ല. അവൾ ഉറച്ചുനിന്നു. നായ അവളുടെ മേൽ ചാടുന്നതിനു മുമ്പ് 2 വെടിയൊച്ചകൾ മുഴങ്ങി. ജയകൃഷ്ണനും സജനും മഞ്ഞിൽ നിന്ന് തോക്കുകളുമായി പ്രത്യക്ഷപ്പെട്ടു. നായ വേദനയോടെ നിലത്തു വീണു. അതിന്റെ അമാനുഷികമായ തിളക്കം മാഞ്ഞ് അതൊരു സാധാരണ വലിയ നായ മാത്രമായി. തന്റെ പദ്ധതി പാളിയെന്ന് മനസ്സിലാക്കിയ റോയിൻ മരങ്ങൾക്കിടയിൽ നിന്ന് പുറത്തുചാടി ചതുപ്പുനിലം ലക്ഷ്യമാക്കി ഓടി. ജയ്കൃഷ്ണൻ, പിന്നാലെ പോകരുത്, ചതുപ്പ് അവനെ കൊണ്ടുപോകും. പക്ഷെ ഗാഥ അതൊന്നും കേട്ടില്ല. അടക്കാനാവാത്ത ദേഷ്യത്തോടെ അവൾ അവനു പിന്നാലെ പാഞ്ഞു. അവളിനി ഇരയല്ല, അവൾ പ്രതികാരം ചെയ്യുന്നവളാണ്. റോയിൻ ചതുപ്പിലെ ഉറപ്പില്ലാത്ത മണ്ണിലൂടെ ഓടി. തൊട്ടുപിന്നിൽ തണുത്ത നീതിയോടെ നിൽക്കുന്ന ഗാഥയുടെ മുഖം കണ്ട് അവൻ ഭയന്നു. ഒരു ചുവട് പിന്നോട്ട് വെച്ചതും നിലം താണു. ചതുപ്പിലെ കറുത്ത ചെളി അവനെ താഴേക്ക് വലിക്കുമ്പോൾ അവൻ അലറി വിളിച്ചു. അവൻ സഹായത്തിനായി കൈനീട്ടിയെങ്കിലും അവൻ ഉപയോഗിച്ച അതേ ഐതിഹ്യം അവനെ വിഴുങ്ങുന്നത് ഗാഥ നിർവികാരമായി നോക്കി നിന്നു. പാലാത്തിങ്കൽ തറവാട്. പുലർച്ചെ. ആദ്യമായി മഞ്ഞിനെ വകഞ്ഞുമാറ്റി സൂര്യനുദിക്കുന്നു. കാറ്റിൽ ശുദ്ധിയും തണുപ്പുമുണ്ട്. ഗാഥ തറവാടിന്റെ ഉമ്മറത്തുനിന്ന് തോട്ടത്തിലേക്ക് നോക്കി നിൽക്കുന്നു. സജൻ അരികിലുണ്ട്. സജൻ: കുഴപ്പമൊന്നുമില്ലല്ലോ? ഗാഥ ശാന്തവും ശക്തവുമായ സ്വരത്തിൽ: എനിക്ക് ഓർമ്മയുണ്ട് ജോയിയെ. അദ്ദേഹത്തിന്റെ മരണമല്ല, ഞങ്ങളുടെ സ്നേഹമാണ് ഞാനിപ്പോൾ ഓൾക്കുന്നത്. ഓർമ്മകൾ. അതൊരു തടവറയല്ലിനി. അത് എന്റേത് മാത്രമാണ്. ജയകൃഷ്ണൻ തന്റെ ജോലി കഴിഞ്ഞു പോകാനായി ഒരു ജീപ്പിലിരിക്കുന്നു. അയാൾ ഗാഥയെ ആദരവോടെ നോക്കി തലയാട്ടി. അവൾ തിരിച്ചും. ഗാഥ ആ വലിയ നിശ്ശബ്ദമായ വീടിനെ നോക്കി. അതൊരു ശവകുടീരമല്ല, പുതിയ തുടക്കങ്ങളുടെ ഇടമാണ്. അവളുടെ ഭൂതകാലം തിരിച്ചുവന്നിരിക്കുന്നു. പക്ഷേ അതിനി അവളെ ഭരിക്കുന്നില്ല. ദൃശ്യം മായുന്നു.